ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ തിരുവചന വായന ഭാഗം ഉൽപ്പത്തി 27 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളാണ്. ഉൽപ്പത്തി 27 അധ്യായത്തിൽ യാക്കോബ് തൻ്റെ അമ്മയായ റിബേക്കയുടെ സഹായത്തോടെ ഏശാവിനു വേണ്ടിയുള്ള അനുഗ്രഹം വഞ്ചനയിലൂടെ സ്വന്തമാക്കുന്നു. വയസ്സായും കാഴ്ച കുറവുമായിരുന്ന ഇസഹാക്ക് ഏശാവിനോട് ഭക്ഷണം ഒരുക്കാൻ പറഞ്ഞ് അവനെ അനുഗ്രഹിക്കാൻ തയ്യാറാകുന്നു. ഇത് കേട്ട് റിബേക്ക യാക്കോബിനെ ഏശാവായി വേഷം കെട്ടാൻ നിർദ്ദേശിക്കുന്നു. യാക്കോബ് സംശയിച്ചെങ്കിലും അമ്മയുടെ വാക്ക് കേട്ട് വഞ്ചന നടത്തുന്നു. അവൻ സമൃദ്ധിയുടെയും അധികാരത്തിൻ്റെയും അനുഗ്രഹം നേടുന്നു. പിന്നീട് ഏശാവ് ആ വഞ്ചന തിരിച്ചറിഞ്ഞപ്പോൾ അതീവ ദുഃഖിതനായി യാക്കോബിനെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. അതിനാൽ റിബേക്ക യാക്കോബിനെ ലാബാൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു. ഈ അധ്യായം മനുഷ്യൻ്റെ ദൗർബല്യവും ദൈവത്തിൻ്റെ സർവാധികാരവും ഒരുമിച്ച് കാണിക്കുന്നു. വഞ്ചനയുണ്ടായാലും ദൈവത്തിൻ്റെ പദ്ധതി, അതായത് ജ്യേഷ്ഠൻ ഇളയവനെ സേവിക്കും എന്നുള്ളത് നിറവേറുന്നു. എന്നാൽ തെറ്റായ പ്രവൃത്തികൾ കുടുംബത്തിൽ വേദനയും വേർപാടും ഉണ്ടാക്കുന്നു. യാക്കോബ് അനുഗ്രഹം നേടുമ്പോഴും അതിന് വില കൊടുക്കേണ്ടി വരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുമെങ്കിലും മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ ജീവിതത്തിൽ ശരിയായ ലക്ഷ്യങ്ങൾ നേടാൻ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം നേടാൻ നാം അടിയന്തിരമായി ഇടപെടരുത്. കുടുംബത്തിലെ പക്ഷപാതം വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കണം. അതിനായി നാം കാത്തിരിക്കണം. സത്യസന്ധതയും സഹനവും ഇതിന് ആവശ്യമാണ്. ഷോർട്ട് കട്ടുകൾ പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതികളെ എൻ്റെ വഴികളിലൂടെ നേടാൻ ശ്രമിക്കുന്നുണ്ടോ? എൻ്റെ പ്രവൃത്തികൾ ബന്ധങ്ങളിൽ സമാധാനമുണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാലും. ഉൽപ്പത്തി 28 അധ്യായത്തിൽ യാക്കോബ് ഏശാവിൽ നിന്ന് രക്ഷപ്പെടാൻ ഹാരാനിലേക്ക് പോകുന്ന യാത്ര വിവരിക്കുന്നു. പോകുന്നതിന് മുമ്പ് ഇസഹാക്ക് അവനെ വീണ്ടും അനുഗ്രഹിക്കുകയും കനാന്യ സ്ത്രീകളിൽ നിന്ന് വിവാഹം കഴിക്കരുതെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. യാത്രയ്ക്കിടെ യാക്കോബ് ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ സ്വപ്നത്തിൽ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ഒരു കോവേണി കാണുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ദൈവം അവനോട് സംസാരിച്ച് അബ്രഹാമിനോടും ഇസഹാക്കിനോടും നൽകിയ വാഗ്ദാനം വീണ്ടും ഉറപ്പിക്കുന്നു. യാക്കോബ് ഉണർന്നപ്പോൾ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന പേര് നൽകുന്നു. ഈ അധ്യായം ദൈവവുമായി യാക്കോബിൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയെ കാണിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ വഞ്ചനകൾ ഉണ്ടായിരുന്നാലും ദൈവം അവനെ സമീപിക്കുന്നു. കോവേണി സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ മനുഷ്യൻ്റെ പൂർണ്ണതയെ ആശ്രയിച്ചല്ല. യാക്കോബിൻ്റെ പ്രതികരണം ദൈവത്തെക്കുറിച്ചുള്ള ബഹുമാനവും ബോധവും വർദ്ധിക്കുന്നതിനെ കാണിക്കുന്നു. ദൈവസന്നിധി ജീവിതത്തെ മാറ്റുന്ന ശക്തിയാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളിലും യാത്രകളിലും ദൈവം നമ്മെ സന്ദർശിക്കുന്നു എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് തെറ്റുകളുണ്ടായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടമാകുന്നില്ല. സാധാരണ സ്ഥലങ്ങളിലും ദൈവത്തെ നമുക്ക് അനുഭവിക്കാം. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് പ്രതിബദ്ധത വേണം. വ്യക്തിപരമായ അനുഭവങ്ങൾ വിശ്വാസത്തെ ശക്തമാക്കുന്നു. എൻ്റെ ദിവസേന ജീവിതത്തിൽ ദൈവസാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഉൽപ്പത്തി 29 അധ്യായത്തിൽ യാക്കോബ് ഹാരാനിലെത്തി കിണറ്റിങ്കൽ റാഹേലിനെ കണ്ടുമുട്ടുന്നു. അവളെ സ്നേഹിച്ച് അവളുടെ പിതാവായ ലാബാനു വേണ്ടി 7 വർഷം ജോലി ചെയ്യാൻ സമ്മതിക്കുന്നു. എന്നാൽ വിവാഹരാത്രിയിൽ ലാബാൻ അവനെ വഞ്ചിച്ച് ലേയെ യാക്കോബിന് ഭാര്യയായി കൊടുക്കുന്നു. യാക്കോബ് പ്രതിഷേധിച്ചെങ്കിലും റാഹേലിനായി വീണ്ടും 7 വർഷം ജോലി ചെയ്യാൻ സമ്മതിക്കുന്നു. തുടർന്ന് അവൻ റാഹേലിനെയും വിവാഹം കഴിക്കുന്നു. ലേയ്ക്ക് മക്കൾ ജനിക്കുമ്പോൾ റാഹേൽ സന്താനഹീനയായി തുടരുന്നു. ഇത് കുടുംബത്തിൽ സംഘർഷത്തിന് ഇടയാക്കുന്നു. ഈ അധ്യായം വിതച്ചത് കൊയ്യുന്ന നിയമത്തെ കാണിക്കുന്നു. യാക്കോബ് വഞ്ചിച്ചതുപോലെ അവനും വഞ്ചിക്കപ്പെടുന്നു. നാം ദൈവത്തിന് എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും
തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. ജീവിതാനുഭവങ്ങൾ മനുഷ്യനിൽ വിനയത്തെ രൂപപ്പെടുത്തുന്നു. അവഗണിക്കപ്പെട്ട ലേയയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. മനുഷ്യരുടെ പദ്ധതികൾക്കിടയിലും ദൈവത്തിൻ്റെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ഉപേക്ഷിക്കപ്പെട്ടവരെ കാണുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ലേയയുടെ ജീവിതം പ്രതിസന്ധികളുടെ നടുവിലും സഹനവും ദൈവത്തിൽ വിശ്വാസവും ആവശ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളുടെ ഫലം തിരിച്ചു വരുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. വൈകല്യവും നിരാശയും നിറഞ്ഞ സമയങ്ങളിൽ സഹനത്തോടെ നിലകൊള്ളണം. അവഗണിക്കപ്പെട്ടവരെയും ദൈവം കാണുന്നു. ബന്ധങ്ങൾ സങ്കീർണമായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറും. അനീതിയായി തോന്നുന്ന സാഹചര്യങ്ങളിലും ദൈവത്തിൽ നാം വിശ്വസിക്കണം. സ്ഥിരതയും വിശ്വാസവും ജീവിതത്തിൽ അനിവാര്യമാണ്. വൈകല്യങ്ങളുള്ള സമയങ്ങളിൽ ഞാൻ സഹനത്തോടെ ദൈവത്തിനായി കാത്തിരിക്കുമോ? ആളുകൾ കാണാതിരുന്നാലും ദൈവം എന്നെ കാണുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.